ജമിനിയ ഉമ്മ 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 ചായ എന്തുവാടി മോന്ത ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ ചായ വെച്ചിട്ട് മേലാൽ ഈ റെസ്റ്റോറന്റിലേക്ക് എന്നെ വിളിക്കുന്നത്. എന്താടി കാര്യം? ഞാൻ നിക്കുന്നവൻ കണ്ടോണേ, ആള് ശരിയല്ല. ഏത് ഇവനോ? കൊള്ളാലോ അവൻ. പഴംപൊരിക്ക് റബ്ബർ ബാൻഡ് ഇട്ട പോലെയാണല്ലോ അവന്റെ നിപ്പൊക്കെ. പഴംപൊരി ആയിരുന്നോളാം ബോണ്ടായിരുന്നോളാം. അവൻ എന്താന്നാണ് എന്നോട് ചോദിച്ചത്. ഉമ്മ ഉമ്മേ എനിക്ക് നീ തരാറില്ല. അപ്പോഴാണ് ഇവനാ ഫോൺ കളിച്ചു മുന്നേനാടല്ലേ പെരുമാറുണ്ട്. ഇവൻ കാണിച്ച പോക്കൃത്തിന് എന്തിനാണെന്ന് അറിയാമോ? എന്റെ ഭാര്യയോടും ഉമ്മ ചോദിച്ചേക്കണം. ഉമ്മ ഞാൻ ചോദിച്ചിട്ടില്ല. ഒരു മിനിറ്റ് നീ ഇവിടെ വന്നേ. ആള് പറഞ്ഞു സോറി. നീ ഇവിടെ വന്നാ തേണ്ടി നീ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഉമ്മ ചോദിക്കണ്ടേ? അല്ല, ഞാൻ ഉമ്മ ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്റെ ഉമ്മനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയോന്ന് ജമിനിനോട് ചോദിച്ചതാണ്. കിട്ടിയാ എന്ത് ഉമ്മ? ഉമ്മല്ല കൂമ്പിനാടിയാ കിട്ടിയേ. ആ പെണ്ണുപിള്ളക്ക് പിരാന്താണ്. ഭ്രാന്ത്. അവളെ നീ ചതിച്ച അതിനിടയ്ക്ക്. പിന്നെ ഏത് ജമിനി? അതെ, ഞാനെങ്ങനെ ജമിനിനോട് ഉമ്മനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയുമെന്ന് ചോദിച്ചതാണ്. ഉമ്മയായാലും വാപ്പയായാലും ഇമ്മാതിരി പുറത്തിന്റെ കൂടിക്കാട്ടാണ് വേണ്ടത്. നിങ്ങൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പണിയാണ്. അണ്ണാ, നമുക്കൊരു പരിഹാരം കാണാം. എന്ത് പരിഹാരം? പെരുന്നാക്കോട് ഒരുപാട് ബിരിയാണികളുണ്ട്. എല്ലാം രാവിലെ ഒന്ന് തട്ടിക്കോ. ഒരുപാട് വെറൈറ്റികളുണ്ടോ? എന്ത് വെറൈറ്റി ബിരിയാണിയാണുള്ളത്? ഞാൻ പറഞ്ഞുതരാം. ഇതെന്താണ് ഒരു കുറുപ്പടി? ഇത് കുറെ ഉണ്ട്. ചിക്കൻ 65 ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ദം ബിരിയാണി, ഫ്രൈ ബിരിയാണി, ഫിഷ് ബിരിയാണി, കാട ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി, പിന്നെ രാത്രിയിൽ ചിക്കൻ ചാർക്കോൾ മാന്തി ഉണ്ട്. മാന്തിയോ? അല്ല, മന്തി. നിന്നെ ഞാൻ മാന്തും പറഞ്ഞേക്കഞ്ഞ. എന്തായാലും ഇതെല്ലാം പെരുന്നാളായിട്ട് നമ്മളെല്ലാരും കൂടെ ഒന്നും കഴിക്കാൻ പോകും. പക്ഷെ 5ന്റെ പൈസ നീ കാണിച്ച തെണ്ടി തരത്തിന്. ഇനി മേലാല് നീ ഉമ്മാമങ്ങനും മിണ്ടിയാ നിർത്തി. നീ ഉമ്മാനെ വരെ മദറേന്ന് ഞാൻ വിളിച്ചോളൂ. നിന്റെ ആരോഗ്യത്തിന് കൊള്ളാം കേട്ടാ. ഇത്തവണത്തെ പെരുന്നാൾ ജമിനി ഉണ്ടല്ലേ? അതെ, രാവിലെ ഒന്ന് അവര് ഫുഡ് കഴിക്കും. പൈസ നിന്റെ ശമ്പളത്തിൽ കെട്ടിക്കും.